അപ്പോൾ ഈ വർഷം പൊങ്കൽ സിറപ്പ് തിരയപ്പടമായിട്ട് ഒരു തമിഴ് സിനിമ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. എന്തായാലും അത് നടന്നു. ട്രിപ്പിൾ ടി അങ്ങനെയാണോ പറയുക? തലൈവർ തമ്പി തലൈമയിൽ. ഇതിന് രാവിലെ 11 മണിക്ക് തന്നെ കോട്ടയം അനുപമയിൽ ഷോ ഉണ്ടായിരുന്നു. ഞാനിത് പഴയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഷോ നടക്കാൻ ചാൻസ് ഇല്ല എന്ന് എനിക്കൊരു ഉൾവിളി തോന്നിയത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് 2-ന്റെ ഷോയ്ക്കാണ് പോയത്. അതും പ്രതീക്ഷയില്ലാതാണ് പോയത്. നടന്നാൽ നടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കരുതിയതുപോലെ തന്നെ രാവിലെ 11 മണിയുടെ ഷോ അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ഏതോ ഒരു ഭാഗ്യത്തിന് കൃത്യം 10 പേര് 2 മണിയുടെ ഷോ കാണാൻ വന്നതുകൊണ്ട് ഷോ നടന്നു. അങ്ങനെ പടം കാണാൻ പറ്റി. സോ തലൈവർ തമ്പി തലൈമയിൽ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത് ജീവനായകനായിട്ട് അഭിനയിച്ച ഈ തമിഴ് ആക്ഷേപഹാസ്യ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഈ തലൈവർ തമ്പി തലൈമയിൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസിന്റെ നേതൃത്വത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം പറയാം. സിനിമയുടെ പ്ലോട്ടും ഏകദേശം അതാണ്. ആ നാട്ടിലെ ഒരു യുവ രാഷ്ട്രീയക്കാരന്റെ നേതൃത്വത്തിൽ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 വീടുകളിൽ ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നൈസായിരുന്നു. ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ കോമഡി പടമാണ്. ഗുഡ് വാച്ച് എന്ന് പറയാം. വലിയ സംഭവമൊന്നുമല്ല, ഒരു സിമ്പിൾ കോമഡി പടമാണ്. സ്റ്റിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. കോമഡി പടം എന്ന് പറയുമ്പോൾ അങ്ങനെ തലകുത്തി മറിഞ്ഞ് ചിരിക്കാനുള്ളതൊന്നും ഇല്ല. എങ്കിലും അവരുടെയൊക്കെ ചെറിയ ചിരിയൊക്കെ ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട്. സിനിമ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. മലയാളം സിനിമ ഫാലിമിയുടെ ഡയറക്ടറാണ് ഈ സിനിമയുടെ സംവിധായകൻ നിതീഷ് സഹദേവ്. പടം തുടങ്ങുമ്പോൾ തന്നെ മമ്മൂട്ടിക്കും ബേസിൽ ജോസഫിനും വിപിൻ ദാസിനും ഒക്കെ നന്ദി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി, ഇതെന്താ ഇങ്ങനെയാണ്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇതിന്റെ ഡയറക്ടർ ആരാണെന്നുള്ളത്. മൊത്തത്തിൽ ഇത് കാണുമ്പോഴും ഒരു മലയാളം സിനിമ കാണുന്ന ഒരു ഫീല് വരും. ഇതൊരു തമിഴ് പേസുന്ന മലയാളം പടം എന്ന് വേണമെങ്കിലും പറയാം. നമ്മുടെ ഈ പോസ്റ്റ് കോവിഡ് ടൈമിൽ വന്നിട്ടുള്ള കുറെ ന്യൂജൻ കോമഡി പടങ്ങളൊക്കെ ഉണ്ടല്ലോ മലയാളത്തില്. ജാനേമൻ, തിങ്കളാഴ്ച നിശ്ചയം, പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ വ്യസന സമേതം, ബന്ധുമിത്രാദികൾ. ഈ പടങ്ങളുടെയൊക്കെ ആ ഒരു ഛായ, ആ ഒരു വൈബ് തരുന്ന ഒരു സിനിമയാണിതും. ചെറിയ ചില തമാശകളിലൂടെ ഒരു പ്രശ്നത്തിന് മേൽ മറ്റൊരു പ്രശ്നം വന്ന് ലാസ്റ്റ് ഉള്ളതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി. സോ ഇതിന്റെ ആ ഒരു ക്ലൈമാക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് ആത്മാർത്ഥതയൊക്കെയുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ വെള്ളവുടുപ്പിൽ അവസാനം കറ പുരളുമെന്ന് പടം ക്ലൈമാക്സിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നിയ വേറൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു നായകനും നായികയും ഉണ്ട്. പക്ഷെ അവർ തമ്മിൽ ഒരു റൊമാൻസോ അങ്ങനെ ഒരു ക്ലീഷേ ലവ് ട്രാക്ക് അനാവശ്യമായിട്ട് കൊണ്ടുവന്ന പടം ടൈം ഒന്നും അങ്ങനെ വേസ്റ്റ് ആക്കുന്നില്ല. രണ്ടുപേരും 2 ഇൻഡിപെൻഡന്റ് ക്യാരക്ടേഴ്സ് ആണ്. അവർക്ക് അവരുടേതായ കഥയുണ്ട്, അവരുടെ വഴിക്ക് പോകുന്നു. കഥയിലെ മെയിൻ പ്രശ്നങ്ങൾ ഒക്കെ തന്നെയാണ് തിരക്കഥ ഫോക്കസ് ചെയ്യുന്നത്. അത് കൊള്ളാമായിരുന്നു. പിന്നെ പെർഫോമൻസിൽ യുവരാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന ജീവ നൈസ് ആയിരുന്നു. ഈ പൊങ്കലിന് പലരും വന്നിട്ട് ശരിക്കുള്ള കംബാക്ക് നടത്തിയത് ജീവയാണെന്ന് വേണമെങ്കിൽ പറയാം. സിനിമ അങ്ങനെയാണല്ലോ, എല്ലാം അപ്രതീക്ഷിതമായിരിക്കും. 2 കുടുംബങ്ങളുടെ വൈരാഗ്യവും അവരുടെ പ്രശ്നങ്ങൾക്കും ഇടയിൽ പെട്ടുപോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്യാരക്ടറാണ് ജീവ ചെയ്തിരിക്കുന്നത്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജീവയെ കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും നമ്മുടെ മലയാളം നടൻ ബൈജു സന്തോഷിന് ഓർമ്മ വന്നു. ഇതിലെ നായിക കല്യാണ പെണ്ണ് സൗമ്യയായിട്ട് വരുന്നത് പ്രാർത്ഥനാനാഥനാണ്. പുള്ളിക്കാരിയും കൊള്ളാമായിരുന്നു. വ്യക്തിത്വമുള്ള ഒരു ക്യാരക്ടറാണത്. അതുപോലെ ശത്രുതയുള്ള കുടുംബനാഥന്മാരായിട്ട് വരുന്നത്, അയൽപ്പക്കക്കാരായിട്ട് വരുന്നത് തമ്പിരാമയ്യയും ഇളവരസുമാണ്. 2 പേരും കിടുവായിരുന്നു. കല്യാണ ചെറുക്കനും കൊള്ളാം. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ കന്യാകുമാരി സ്ലാങ്ങിൽ റീൽസ് ഇടുന്ന ഒരു അമ്മയും മോനും ഉണ്ട്. സർജിൻ കുമാർ എന്നാണ് പയ്യന്റെ പേര്. സോ അവർ 2 പേരും ഈ പടത്തിൽ നല്ല 2 റോൾ ചെയ്തിട്ടുണ്ട്. 2 പേരും കൊള്ളാമായിരുന്നു. പിന്നെ മലയാളത്തിൽ നിന്നും കുറെ താരങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. വാഴ ടീമിലുള്ള കുറെ പേരുണ്ട്. അമിത് മോഹൻ, രാജേശ്വരി, അനുരാജ് ഓബി. 2 പേർക്കും നല്ല റോളാണ്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അനുരാജ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലും പങ്കാളിയായിട്ടുണ്ട്. ബബ്ലു അജു ആണ് ഇതിന്റെ ക്യാമറ. അർജുൻ ബാബു ആണ് ഇതിന്റെ എഡിറ്റിംഗ്. സ്റ്റാൻഡേർഡ് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. എടുത്തു പറയാനായിട്ടൊന്നും തോന്നിയില്ല. വിഷ്ണു വിജയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ 2ഉം പൊളിയായിട്ട് തോന്നി. ഒരു അജഗജാന്തരം വൈബൊക്കെ ഉണ്ടായിരുന്നു. സിനിമയെ നന്നായിട്ട് ഇതിന്റെ മ്യൂസിക് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവ ഇതിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ കൂടിയാണ്. പടം കോമഡി ആണെങ്കിലും അങ്ങനെ തലകുത്തി മറിഞ്ഞിരിക്കാനുള്ള ഒന്നും ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആണ്. കുറച്ചുകൂടി നന്നായിട്ട് ചിരിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പടത്തിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. അത്തരത്തിലുള്ള ഒരു പൊട്ടിച്ചിരിക്ക് വകയുള്ള ഒരു സ്ക്രിപ്റ്റ് ആണിത്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ ഒരു തിയേറ്ററൽ മെറ്റീരിയലിനേക്കാൾ ഒരു OTT സിനിമ എന്നൊരു ലുക്കാണ് മൊത്തത്തിൽ ഈ പടം കാണുമ്പോൾ നമുക്ക് തോന്നുക. മൊത്തത്തിൽ ഒരു ഗുഡ് വാച്ച് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. അധികംബീരം മസ്റ്റ് വാച്ച് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കണ്ടാലും നിങ്ങൾക്ക് അങ്ങനെ വലിയ നഷ്ടം ഫീൽ ചെയ്യാത്തൊരു പടമാണ്. സംവിധായകന്റെ ഫാലിമിയുടെ അത്രയൊന്നും മികച്ചതാണെന്നും ഞാൻ പറയില്ല. പക്ഷെ തന്റെ സിനിമകൾക്ക് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടെന്ന് അദ്ദേഹം തെളിയിക്കുന്ന പോലെയാണ് എനിക്ക് പടം ഒരുക്കിയേക്കുന്ന കണ്ടപ്പോൾ തോന്നിയത്. സ്റ്റിൽ ഇത് OTT-ലൊക്കെ വന്ന് കണ്ടു കഴിയുമ്പോൾ കുറച്ച് പേര് തോന്നും ഇതൊക്കെയാണോ നല്ല പടം എന്ന് നിങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചേക്കാം, സ്വാഭാവികം. അപ്പോൾ എനിക്ക് വർക്കായ ഒരു സിനിമയാണിത്. ചെറിയ ലൈറ്റ് പൊളിറ്റിക്കൽ കോമഡി പടങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പടമാണ്. പിന്നെ എനിക്ക് വർക്കായി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വർക്കാവണം നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ. അപ്പൊ അത് ഓർക്കുക. സിനിമ തിയേറ്ററുകളിലാണ് ഓടുന്നത്. 1 മണിക്കൂർ 56 മിനിറ്റ് മാത്രമേ സിനിമയുടെ റൺ ടൈം ഉള്ളൂ. അതും ഒരു പോസിറ്റീവ് ആണ്. പടം 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.